കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കൊറിയൻ ഫയർ ചിക്കനാണ് തയ്യാറാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു പണിയില്ല. ഒരു 10 മിനിറ്റ് ചിക്കൻ വേവാനുള്ള ഒരു സമയം അത്രേ ആവശ്യമുള്ളൂ. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളം ഒട്ടും ഇല്ലാതെ എടുത്തു വെക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഈ ഒരു ഗോച്ചുജാങ് സോസാണ് ചേർക്കുന്നത്. ഇതൊരു കൊറിയൻ സോസാണ് കേട്ടോ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി ഇത് അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു സോസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അത് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് വെച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സോസ് തയ്യാറാക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇതുപോലെ തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു 1/3 കപ്പ് വരെ ഈ ഒരു ഗോച്ചുജാങ് സോസ് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് സമയം വരെ ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ സോസിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ അധികം കുരുമുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചിക്കൻ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ, പിന്നെ നമ്മൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് ആവശ്യം വന്നുള്ളൂ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും അതിലേക്ക് ഒരു 1/4 കപ്പ് സാധാരണ പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു കോൺഫ്ലോർ മിക്സ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് നമ്മുടെ ഈ ഗോച്ചുജാങ് സോസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും 2-3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാരണം ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ സോസിൻ്റെ ഒരു ഫ്ലേവർ കുറവ് പോലെ തോന്നി. അതുകൊണ്ടാണ് വീണ്ടും കുറച്ചുകൂടി ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു കാസ്റ്റ് അയൺ പാൻ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടി ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. കാസ്റ്റ് അയൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കുക. ഞാൻ ഈ ഒരു കാസ്റ്റ് അയൺ പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഒന്ന് ഇളക്കി നിരത്തിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വരെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീസ് സ്ലൈസും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ചെഡാർ ചീസാണ്. അപ്പോൾ മൊസറല്ല മാത്രമേ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. രണ്ടും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചീസ് പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ 1 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചീസ് മെൽറ്റായി കിട്ടും. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ചൂടോടുകൂടി ഉപയോഗിക്കാം. ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ചിക്കൻ അടുപ്പത്തുനിന്ന് എടുത്തിരിക്കുകയാണ്. അടപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചീസൊക്കെ മുഴുവൻ മെൽറ്റായിട്ട് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം ടേസ്റ്റിയാണെന്ന്. നമുക്ക് ഈ ചിക്കൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചീസും കൂടി ആഡ് ചെയ്ത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തി അല്ലെങ്കിൽ ടോട്ടിയ ബ്രെഡ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. സാധാരണ ഇതിങ്ങനെ വെറുതെ അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ.
കേട്ടോ, ഫ്രൈഡ് റൈസിൻ്റെയും നൂഡിൽസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഗ്രേവി ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി റെസിപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്